അത് തന്നെ അത് തന്നെ. കൊടുത്തിട്ട് പാട്ടൊക്കെ പാടിയിട്ട് വരുന്നില്ലേ? ഒരെണ്ണം പോലും അടിച്ചില്ല, അതുകൊണ്ട് പാട്ട് തുടങ്ങിയ. പാട്ട് പഠിച്ചില്ലെങ്കിലും വരാല്ലേ ഇങ്ങോട്ട്. അടിച്ചില്ലെങ്കിലും പാട്ട് വരും. പിന്നെ അപ്പൊ പാടിക്കോളൂ, ഞാൻ റെക്കോർഡ് ചെയ്യണം. ഈ സമയത്ത് പാടിക്കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് എങ്ങനെ ഇരിക്കും? അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അടിപൊളി ആയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വഴി. കാരാശ്ശേരി. കാരാശ്ശേരിയാണല്ലേ? കാരാശ്ശേരിയാണല്ല, കാരാശ്ശേരി. നമ്മൾ പോയ സ്ഥലം കാരാശ്ശേരി, കാട്ടുമല. കാട്ടുമല. അതെ, കാട്ടുമല കാരാശ്ശേരിക്കും. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ മറന്നു. അതെ അതെ, റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരാശ്ശേരിയുടെ കോൺക്രീറ്റ് റോഡുള്ളത് നമ്മളിപ്പോ കഴിഞ്ഞത് മാട്ടുമലയിലാണ്. ഇതൊക്കെ റോഡൊക്കെ അത്രേ ഉള്ളൂ. മാട്ടുമല കഴിഞ്ഞ അടുത്തത് നമ്മളിഞ്ഞ് കാരാശ്ശേരി അല്ലേ? കാരാശ്ശേരിക്കാണ് നമ്മൾ അടുത്ത യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരാശ്ശേരി എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അവിടുത്തെ വിവരങ്ങളെല്ലാം ഞങ്ങൾ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം ഫേസ്ബുക്കിൽ പോകും. വരട്ടെ. നിങ്ങളൊന്നും എന്റെ ഫേസ്ബുക്ക് ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല അല്ലേ? യൂട്യൂബ് നോക്കണം. രാജമോഹൻ സദാനന്ദൻ. 213 വീഡിയോ ഉണ്ട്. 213 വീഡിയോ യൂട്യൂബിലുണ്ട്. നിങ്ങൾ അതുമല്ലോ കണ്ട? എവിടെ കണ്ട്? എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ എത്ര വീഡിയോകളുണ്ട്? ഞാൻ ഇന്ന് കാണിച്ചു തരാം. എന്നിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മളെ കളിയാക്കലാണ്. അതെ 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 അതെ. അതിത് രാജ മംഗലപ്പള്ളി അടുത്ത് നമ്മള് സംസാരിച്ചിരിക്കുന്നത് അടിപൊളി അടിപൊളി അടിപൊളി. അതന്നെ, അത് ഞാൻ എടുക്കുന്നു. ഓ, നമ്മള് പോയ സ്ഥലം അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ? ആടി ബ്യൂട്ടിഫുൾ. അതാണ് നമ്മളെ ഷൂട്ട് ചെയ്തു. കണ്ടിന്യൂസ് പറഞ്ഞോളൂ. അല്ല അല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. പറഞ്ഞോ. നല്ല ബ്യൂട്ടിഫുൾ എല്ലാത്തിനും നല്ല നമ്മൾ പോയിക്കൊണ്ട് ഇന്നത്തെ നല്ലൊരു സ്ഥലമായിട്ട് കാണുന്നത്. പറഞ്ഞു. ആന നിൽക്കുന്നു. ആനയൊന്നുമില്ല, ഒരു പാറ. വണ്ടി വരുന്നത് നമുക്ക് പോവാം. പിന്നെ അപ്പൊ നമ്മള് പോയെടുത്താണ് ഇപ്പൊ കണ്ടത്. ഇതൊക്കെ കാണാതെ ചത്തുപോയെങ്കിൽ എന്ത് കഷ്ടമായി പോയത്. ഇതൊക്കെ നമ്മള് ചെയ്യണമെന്നേ. അയ്യേ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇതൊക്കെ പറമ്പിക്കുളമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറമ്പിക്കുളത്ത് ഞാൻ 3 ദിവസം പോയി താമസിച്ചു. ക്ലിയർ ഉണ്ടെങ്കിൽ പറമ്പിക്കുളം ഡാമൊക്കെ കാണാം. അളിയാർ ഡാം, അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. അമ്മേ ബ്യൂട്ടിഫുൾ. ഞങ്ങൾ വിളിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ കൂട്ടിക്കോട്ടെ. കുടുംബത്തിലൊന്ന് കൊണ്ടുപോയി അത് വേണം, തീർച്ചയായിട്ടും വേണം. അത് ഒരിക്കലും മറക്കരുത്.
ഇപ്പൊ ഇപ്പൊ ഈ ഇടയിൽ 2 വർഷം പോയിട്ട് നമുക്ക് തല്ലിന്റെ സാറേ ഞങ്ങൾ 2 സ്ഥലത്ത് പോയി. നിങ്ങളത് വന്നതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സാധാരണ മലയാളിയൊന്നും വരില്ലല്ലോ. നിങ്ങൾ വന്നുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് തായ്ലൻഡിൽ ആരും വരികയില്ല. തായ്ലൻഡ് എപ്പോഴും വിളിച്ചോളും. കാരണം ആൾക്ക് വേറെ ഞങ്ങളായിട്ട് വരി കുറച്ച് ബിസിയാണ്. എന്നെ സംബന്ധിച്ചാൽ ഇക്കാനായിട്ട് എളുപ്പം മതി വരണം. എന്നിട്ട് ഇവിടെ വിളിച്ച എല്ലാ കാര്യം പറയുന്നത് എൻ്റെ അടുത്ത്. യാത്ര ചെയ്യുന്നത് അതൊരു സൈക്കാണ്, ഒരു മനസ്ഥിതിയാണ്. ആ മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ തെറ്റെന്നല്ല. യാത്ര ചെയ്യാത്തവരും ഒക്കെയാണ്. അതൊക്കെ നമുക്ക് വഴികളുണ്ട്. അവര് തെറ്റാണെന്ന് നമുക്ക് പറയാനില്ല. യാത്ര ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തുപറ്റി? അത് ശരി. ഇപ്പൊ അങ്ങനെ നമുക്ക് അങ്ങ് അവിടെ ചെന്നിട്ട് കഴിക്കാം. അടുത്ത വ്യൂ പോയിന്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വ്യൂ പോയിന്റ് ചെയ്യാം. ഡോണ്ട് വറി. പിന്നെ വേണ്ട. നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിൽ പോയിട്ട് ഞാൻ കഴിക്കണമെന്നല്ല പറഞ്ഞ എന്റെ അങ്ങനെയല്ല. അതല്ല സാറേ, നമുക്കിവിടെ വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ. വേണ്ട, അതൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ ഒരു അർജന്റ് ഒന്നും പറഞ്ഞതല്ല. നമുക്ക് വേണമെങ്കിൽ സൈഡ് വേണമെങ്കിൽ ഒതുക്കി നിർത്താം. വേണ്ട പോട്ടെ. അയ്യോ, ഇത് ജസ്റ്റ് ഞങ്ങൾ ഓക്കെ നമ്മുടെ ചിന്ത ഒന്ന് ഉറച്ചു പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഉദ്ദേശിച്ച ആൻസറിലേക്ക് നിങ്ങൾ ആരും ഇതുവരെ വന്നില്ല. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മിസ്സായി പോയി. നമ്മളെന്ത് ചെയ്യും? അതുപോലെ തന്നെ കഴിക്കണം. എന്നാലും അവർക്ക്